ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിരിക്കുകയായിരുന്നു കാർത്തികയും സഞ്ജനയും. മുതിർന്നവരൊക്കെ നേരത്തെ തന്നെ കഴിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ കാർത്തി മുഖമയർത്തി സഞ്ജന എന്ന് നോക്കി. ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുവാണ്. ഇന്നലെ വരെ ഇവൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചു. എപ്പോഴും കലപില കൂടി തന്നോട് മുട്ടി ഒരുമി നടന്നിരുന്നവൾ 2 ദിവസമായി അവളിൽ ആകെ ഒരു മാറ്റം. തന്നോട് അവൾ ഒന്നും മിണ്ടുന്നത് പോലുമില്ല. ഇനി അന്നത്തെ പ്രശ്നമായിരിക്കോ? അന്ന് റൂമിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് താൻ പോയിരുന്നില്ല. ആ സംഭവത്തിൽ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് തന്റെ ചുമതലയായിരുന്നു. അതുപോലെ കാർത്തു വന്ന് അവളോട് ബിഹേവ് ചെയ്ത രീതിയും അവൾക്ക് ഹേർട്ടായിട്ടുണ്ട്. ഇനി അതൊക്കെ കൊണ്ട് തന്നോട് പിണങ്ങി നടക്കുകയായിരിക്കോ? അങ്ങനെയാകാൻ വഴിയില്ല. താൻ ഇന്ന് പിണങ്ങിയാലേ അത് സഹിക്കാൻ കഴിയാത്ത പെണ്ണാണ്. താൻ എന്തു പറഞ്ഞാലും അതിനൊന്ന് എതിർത്ത് പറയാതെ എല്ലാത്തിനും സമ്മതം മൂടുന്ന ഒരു പൊട്ടിപ്പെണ്. അവൾക്ക് ഒരിക്കലും തന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ല. ഇനി അഥവാ പിണങ്ങിയാൽ തന്നെ അതൊരു രാത്രിക്കപ്പുറം കടന്നു പോകാറുമില്ല. പക്ഷെ ഇപ്പോ അവൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെയാണ് അവളും മുഖമയർത്തി അവനെ നോക്കിയത്. തന്നെ നോക്കിയിരിക്കുന്ന കാർത്തിയോട് അവൾ എന്താണെന്ന രീതിയിൽ പുരികം പൊക്കി ചോദിച്ചതും പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവരൊന്ന് പതറി. എങ്കിലും അത് മുഖത്ത് പ്രകടമാകാതെ അവനൊന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. തള്ളവിരലും ചൂണ്ടുവിരലും ചുണ്ടിന് നേരെ പിടിച്ച് സ്മൈൽ എന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു. ശേഷം പ്ലേറ്റിൽ ഇരിക്കുന്ന ഭക്ഷണത്തിലേക്കും കണ്ണു കാണിച്ചു. അവളുടെ പ്രവൃത്തി കണ്ടതും അവൻ വേഗം അവളെ നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൻ അവളുടെ ഉള്ള നോട്ടം മാറ്റി ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖം മാറി. അവളുടെ കണ്ണിൽ അവനോടുള്ള ദേഷ്യവും പകയും തെളിഞ്ഞു വന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛത്തോടെ അവൾ അവനെ നോക്കിയ ശേഷം വേഗം തന്നെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മുറ്റത്തൊരു വണ്ടി വന്നു നിന്നതിന്റെ ശബ്ദം കേട്ടു. ഹായ്, സിദ്ധുവേട്ടൻ വന്നു. അവൾ വേഗം എഴുന്നേറ്റ് കൈയും കഴുകി ഉമ്മറത്തേക്ക് ഓടി. അവളെ പോക്ക് കണ്ട് കാർത്തിക്കും പരസ്പരം ഒന്ന് നോക്കി. ഏട്ടാ, കാട്ടിൽ നിന്നും ഇറങ്ങുന്ന സിദ്ധുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവൾ അവനെ ദേഹത്തേക്ക് ചാടി വീഴും. ഹോ, എന്റെ പെണ്ണെ, എന്റെ നടു ഒടിഞ്ഞു, താടി ഇറങ്ങടി. അവൻ അവളോട് കലിപ്പെട്ടതും അവൾ വേഗം അവന്റെ മേലിൽ നിന്ന് ചാടി ഇറങ്ങി അവൻ നോക്കി ഇളിച്ചു കാണിച്ചു. അയ്യടാ, ഒരുപാട് അങ്ങോട്ട് കീണിക്കല്ലേ. അവളെ ചിരി കണ്ടതും പിന്നിരുന്നും സിദ്ധുവിന്റെ ബാഗ് എടുത്തു കൊണ്ടുവന്ന സഞ്ജു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എവിടെ ബാക്കിയുള്ളവർക്കെ? ആരെയും കാണുന്നില്ലല്ലോ. സിധു വീട്ടിലേക്കൊന്ന് നോക്കിക്കൊണ്ട് സഞ്ജനയോടായി ചോദിച്ചു. അച്ഛനും വല്യച്ഛനും കൂടി കല്യാണത്തിന് എന്തോ ആവശ്യത്തിനും പോയി. വല്യമ്മ കോളേജിലും പോയി. അമ്മയും മുത്തശ്ശിയും അടുക്കളയിലാണ്. മുത്തശ്ശൻ പറമ്പിലേക്ക് ഇറങ്ങി. പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് തട്ടി കയറ്റുന്നുണ്ട്. അവൾ അവസാനം പറഞ്ഞത് അല്പം പുച്ഛത്തോടെയായിരുന്നു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവനകത്തേക്ക് കയറി. അവന്റെ പിന്നാലെ തന്നെ സഞ്ജുവും സഞ്ജനയും കയറി വന്നു. അവർ അകത്തേക്ക് വന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൈ കഴുകിക്കൊണ്ട് കാർത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു. സുഖമാണോ സിധു? നീ എവിടെയാ? നിന്നെ കാണാനും കിട്ടില്ല. ഇപ്പൊ പിന്നെ വിളിച്ചാലും കിട്ടില്ലല്ലോ. അത്രമാത്രം എന്ത് തിരക്കാടാ നിനക്ക്? സിധുവിനെ കണ്ടുടനെ കാർത്തി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഉള്ളിലുള്ള അമർഷം മറച്ചു വെച്ചുകൊണ്ട് സിധുവും അവനെ മുറുക്കെ പോണായിരുന്നു. കുറച്ച് ബിസിയായിരുന്നടാ, ഹോസ്പിറ്റലും മറ്റുമൊക്കെ ആയിട്ട്. അതെ അതെ, ഒരു തിരക്കുള്ള ഡോക്ടറെ വില പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. അവന് മറുപടിയിട്ട് സിധു പറഞ്ഞതും അവന് പിന്നാലെ തന്നെ സഞ്ജുവും അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് മറുപടി കാർത്തി എന്ന് ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും കാർത്തികയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകൾ ആദ്യം പതിച്ചത് അവന്റെ ഉറച്ച ശരീരത്തിലായിരുന്നു. ആദ്യത്തെ 2 ബട്ടൺസ് ഇടാത്തത് കൊണ്ട് തന്നെ അവന്റെ നെഞ്ചിലെ കുറച്ച് ഭാഗം വ്യക്തമായി കാണാമായിരുന്നു. അവന്റെ വിരിഞ്ഞു മാറും അറബിക് സ്റ്റൈൽ ട്രിം ചെയ്തു വെച്ചിരുന്ന താടിയും കട്ടിമീശയും വെട്ടിയൊതുക്കിയ തലമുടിയും ഒക്കെ അവനിലെ സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു കൊതിയോടെ അവൾ അവനെ നോക്കി നിന്നു. അവളുടെ ഓരോ ഭാവങ്ങളും നോക്കിയെന്ന് സഞ്ജു ദേഷ്യത്തോടെ സിധുവിനെ വിളിച്ച് കണ്ണുകൾ കൊണ്ട് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. അവളുടെ നോട്ടം കണ്ടതും സിധു അറപ്പോടെ മുഖം തിരിച്ചു. വൃത്തികെട്ടവൾ, അവൻ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും അവൾ അവന്റെ അരികിലേക്ക് നടന്നു വന്നു. ഹായ് സിധുവേട്ടാ. അവൻ നേരെ വശ്യമായി പുഞ്ചിരിയോടെ കൈ നീട്ടിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞിന്ന് അവളെ നോക്കി. ശേഷം അവളെ നീട്ടിപ്പിടിച്ച കൈയിലേക്കും അവളുടെ മുഖത്തേക്കും അവൻ മാറി മാറി നോക്കി. മിഥുൻ എന്തു പറയുന്നു കാർത്തിക? അവൾ നീട്ടിപ്പിടിച്ച കൈകളെ അവഗണിച്ചുകൊണ്ട് അവൻ മാറിൽ കൈകൾ കെട്ടിക്കൊണ്ട് ചോദിച്ചതും അവളുടെ മുഖത്തുണ്ടായിരുന്ന വശ്യമായ ഭാവം മാറി അവളുടെ ദേഷ്യം നിറഞ്ഞു പൊന്തി. എന്തോ പറയാനെ അവൾ അവനെ നിരക്ക് നടന്നതും പാതി തുറന്ന ഷർട്ടിന്റെ വിടവിലൂടെ കണ്ണ കഴുത്തിൽ നിന്നും താഴേക്ക് നീണ്ടുകിടന്ന ഗോൾഡൻ ചെയിനിൽ തൂക്കിയിട്ടിരുന്ന ഹാർട്ട് പിന്നിലെ AS എന്ന ചിഹ്നം കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് കുറുകി. മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ഞാനിപ്പോ വരാം, ഒരു കോൾ ചെയ്യാനുണ്ട്. ഇനിയും അവിടെ നിന്നാൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവരോട് ഫോൺ ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് നടന്നു. അവളുടെ ഭാവമാറ്റം ആസ്വദിച്ചു കൊണ്ടുവന്ന സിദ്ധുവിന്റെ ചുണ്ടിലൊരു പൊച്ചത്തിൽ കലർന്ന ഒരു ചിരി തെളിഞ്ഞു. നിങ്ങളിങ്ങനെ ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. അതും പറഞ്ഞിട്ട് കാർത്തിയെ
അവരെയും കുട്ടി അകത്തേക്ക് നടന്നു. മുറിയിലെത്തി കാർത്തിക ദേഷ്യത്തോടെ കയ്യിൽ കിട്ടിയ പില്ല എടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെയും ദേഷ്യം മാർദ്ദ എന്തൊക്കെയോ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചു. ഇല്ല സിധു, സമ്മതിക്കില്ല ഞാൻ. നീ എന്റെ മാത്രം. അവളെ എന്തിനാ നീ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാനല്ലേ നിന്നെ ആദ്യം സ്നേഹിച്ചത്. അപ്പോ എനിക്കല്ലേ നിന്റെ മേലുള്ള പൂർണ്ണ അവകാശം. അവൾ കയ്യിലിരുന്ന ഫോണിലെ അവന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ ആലോചിച്ചതുപോലെ തല വിലങ്ങനെ ആട്ടി. അല്ല, ഞാൻ നിന്നെയല്ല സ്നേഹിച്ചത്. നിന്റെ പേരിൽ അപ്പച്ചിയും അങ്കിളും കൂടെ എഴുതി വെച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ മാത്രമാണ് ഞാൻ സ്നേഹിച്ചത്. അതോടൊപ്പം നിന്റെ സൗന്ദര്യത്തെയും. അതിന് നീ എനിക്ക് സ്വന്തമാകണം. താലി കെട്ടാതെ അതെനിക്ക് ഒരിക്കലും സ്വന്തമാകില്ലെന്ന് എനിക്കറിയാം സിധു. അതുകൊണ്ട് തന്നെയാ നിന്റെ കൈ കൊണ്ടൊരു താലിക്ക് ഞാൻ മോഹിക്കുന്നത്. നേടിയെടുക്കും ഞാൻ ആഗ്രഹിച്ചതൊക്കെയും എന്ത് വില കൊടുത്ത് നേടിയെടുത്തിട്ടേ ഉള്ളൂ ഞാൻ. നിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരിക്കും. അവൾ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ചുണ്ടുകൊട്ടി ചിരിച്ചു. ആ സമയം തന്നെയാണ് അവൾക്ക് വിമലിന്റെ ഫോൺ വന്നത്. വിവി, യെസ് ഡാർലിംഗ്, ഐ വാണ്ട് യു ആൻഡ് യുവർ സ്റ്റഫ്. വാട്ട്? യെസ് ഡിയർ, പ്ലീസ് പ്ലീസ്. അവൾ പറഞ്ഞതും അവൻ കുറച്ചു സമയം എന്തോ ആലോചിച്ചു. നീ വാ, ഞാൻ ഹോട്ടൽ ലവ്ലാൻഡിലുണ്ട്, നമ്മുടെ സ്ഥിരം റൂമിൽ. നീ ഇങ്ങോട്ട് വാ. ഓക്കെ ഡിയർ, ഐ എം കമ്മിങ്. അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഒരുങ്ങിയിറങ്ങി. അപ്പോ ഇനി വെറും 2 ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ലെങ്കിൽ നടക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു സിധുവും സഞ്ജുവും. കല്യാണ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. ഇനി 2 നാൾ കൂടെ കഴിഞ്ഞാൽ കല്യാണമാണ്. അത് ഓർക്കുമ്പോൾ സഞ്ജുവിന് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും സിധു ഹാപ്പിയായി തന്നെയായിരുന്നു. എടാ, ഉച്ചയ്ക്ക് ശേഷം ആ മോൾ ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. അവൾ അവളുടെ മറ്റവന്റെ അടുത്തേക്ക് പോയി. എന്താ? അവൻ പറഞ്ഞത് മനസ്സിലാകാതെ സഞ്ജു വീണ്ടും ചോദിച്ചു. ആ വിമൽ നാട്ടിലെത്തിയിട്ടുണ്ട്. അവൾ അവനെ കാണാൻ പോയി, ഹോട്ടൽ ലവ്ലാൻഡിൽ. അത് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു കേട്ട് സഞ്ജു സംശയത്തോടെ ചോദിച്ചു. ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ അവൾ അവളുടെ റൂമിൽ സംസാരിക്കുന്നത് കണ്ടു. നമുക്കിട്ടുള്ള വല്ല പണിയുമാണെന്ന് കരുതിയാണ് ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് അവളുടെ മറ്റവനുമായിട്ട് ഹോട്ടലിൽ കൂടുന്ന കാര്യമാണെന്ന് മനസ്സിലായത്. അവൾ ഇത്രയും അതമ്പതിച്ചവളാണെന്ന് കരുതിയില്ല. സിദ്ധു പറഞ്ഞതും സഞ്ജു വെറുപ്പോടെ പറഞ്ഞിട്ട് തല കുടഞ്ഞു. സഞ്ജു പറഞ്ഞിട്ട് തിരിഞ്ഞതും സിദ്ധുവിന്റെ മുഖത്തും വെറുപ്പ് നിറഞ്ഞു. എടാ, ഇത് നല്ലൊരു അവസരമല്ലേ? ഇപ്പൊ അവരെ നമ്മൾ ആ ഹോട്ടൽ വെച്ച് പൂട്ടിയാൽ കല്യാണ ദിവസം വരെ ഈ നാടകം നമുക്ക് നീട്ടിക്കൊണ്ടു പോകണ്ടല്ലോ. സഞ്ജു എന്തോ ആലോചിച്ച ശേഷം പെട്ടെന്ന് സിദ്ധുവിനോടായി പറഞ്ഞതും അവരെന്ന് ചിരിച്ചു. അത് ശരിയാവില്ല സഞ്ജു. അങ്ങനെ ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്താലും അവർ അതിൽ നിന്നൊക്കെ ഈസിയായി ഊരിപ്പോകും. സിദ്ധു പറഞ്ഞു കേട്ട് സഞ്ജു സംശയത്തോടെ അവനെ നോക്കി. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. നമ്മളിപ്പോ അവരെ 2 ഹോട്ടൽ വെച്ച് പൂട്ടിയെന്ന് വെച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ 2 ദിവസം കഴിഞ്ഞാൽ അവന്റെ ഭാര്യ ആകേണ്ടവളാണ്. അതിന് അവരുടെ എൻഗേജ്മെന്റ് റിങ്ങും ഫോട്ടോസും ഒക്കെ ധാരാളം മതി. ഈസിയായി 2ഉം ഊരി വരും. അതുപോലെ അവനോട് എന്തെങ്കിലും സംസാരിക്കാനായി പുറത്തേക്ക് പോയപ്പോൾ വീണ് ചെടിയായപ്പോൾ ഫ്രഷ് അവനെ ഹോട്ടൽ റൂം എടുത്തനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ വീട്ടുകാരെയും അവൾ വൃത്തിയായി പറ്റിക്കും. പക്ഷെ നമുക്കത് അല്ലല്ലോ വേണ്ടത്. അവൻ സഞ്ജുവിനെ നോക്കി അർത്ഥവത്തായി പറഞ്ഞു നിർത്തിയതും സഞ്ജു അവനെ നോക്കി വിലങ്ങനെ തലയാട്ടി കാണിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും അതിന് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ച് അവൾ രക്ഷപ്പെടും. അതിനേക്കാൾ നല്ലതല്ലേ കല്യാണ ദിവസം 2നെയും കൂടെ ഒരുമിച്ച് അങ്ങ് പൂട്ടിക്കിട്ടുന്നത്. സിധു പറഞ്ഞതും സഞ്ജു അനുകൂല ഭാവത്തിൽ തലയാട്ടി. അത് മാത്രല്ലടാ, അന്ന് എന്റെ അഞ്ജുവിനെ ഈ നാട്ടുകാർ അടക്കം എല്ലാവരുടെയും മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വേണം. അവൻ പറഞ്ഞു കഴിഞ്ഞതും സഞ്ജു എല്ലാം മനസ്സിലായതുപോലെ പുഞ്ചിരിച്ചു. ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇപ്പോ അവൾ സന്തോഷിക്കട്ടെ. അത് കഴിഞ്ഞ് അവളെ നമുക്ക് ശരിക്കങ്ങ് കളി പഠിപ്പിക്കാം. അവൻ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും സഞ്ജു ചിരിച്ചുണ്ട് അവനെ നോക്കി തലയാട്ടി കാണിച്ചു. ഒരു കിതപ്പോടെ കാർത്തികയുടെ മാറിലേക്ക് വിമൽ തളർന്നു വീണതും അവളും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കാർത്തു, നോ വിവി, കോൾ മീ മാഡം ഓർ കാർത്തിക, ഡോണ്ട് കോൾ മീ കാർത്തു. അത് എന്നെ സിദ്ധി വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവളുടെ ദേഹത്തു നിന്നും അടർന്നും മാറിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ അല്പം ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. ഓ സോറി, റിയലി സോറി മാഡം. അപ്പോ വീട്ടിൽ മറ്റാരും മാഡത്തിനെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? അവൻ കുറച്ച് പരിഹാസത്തോടെ ചോദിച്ചു. യെസ് ഓഫ് കോഴ്സ്, എല്ലാരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. ബട്ട് സിധു അങ്ങനെ വിളിക്കുമ്പോ എന്താ പറയുക? സംതിങ് ഫീൽ സ്പെഷ്യൽ. സിധുവിനെ ഓർത്തുകൊണ്ട് അവൾ വശ്യമായി പുഞ്ചിരിയോടെ പറഞ്ഞതും അവന്റെ മുഖം മാറി തുടങ്ങിയതും. നിനക്കറിയോ വിവി, ആ സിധു അവനെന്നെ ഓരോ നിമിഷവും വല്ലാതെ അങ്ങ് കൊതിപ്പിക്കുന്നുണ്ട്. അവനെ ഓരോ നിമിഷം കാണുന്തോറും ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. നിന്റെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും എന്റെ കണ്ണിൽ അവന്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത്. അവനാണ് എനിക്ക് ലഹരി, സംതൃപ്തി. ഒരു രാത്രിയെങ്കിലും അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു വിവി. പക്ഷെ അവന് അവളെ മതിയെന്ന് ആ നാശം പിടിച്ച അവന്റെ മറ്റവൾ അഞ്ജലി. അവൾ കെട്ടിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ. അതും ഒരു ആഘോഷമാക്കുകയും ചെയ്തു.
ഇനി ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാകില്ലെന്ന് കരുതി സമാധാനിച്ചു. എന്നിട്ടോ അവന്റെ ലോക്കറ്റിൽ പോലും അവളുടെ ഓർമ്മകൾ മാത്രമാണ്. അവൾ പല്ലിഞ്ഞ് എരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്കടുത്തായിരുന്ന വിമൽ പുച്ഛത്തോടെ ചിരിച്ചു. സിധുവിന്റെ ഓർമ്മയിലായിരുന്നത് കൊണ്ട് അവൾ അവന്റെ മുഖഭാവം കണ്ടിരുന്നില്ല. ഇപ്പൊ ആ സിധു അവൻ എന്റെ മുഖത്ത് പോലും നോക്കാറില്ല വിവി. കണ്ടാലും തിരിഞ്ഞു നിൽക്കും. എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറഞ്ഞിട്ട് പോകും. ഇല്ല വിവി, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല. അവനെ എനിക്ക് വേണം. എന്റെയാണ് അവൻ. ഇപ്പൊ എനിക്ക് അതൊരു വാശി കൂടെയാണ്. എന്ത് വില കൊടുത്തും അവൻ നേരിടണമെന്നത്. അവൾ പല്ലിഞ്ഞ് എരിച്ചുകൊണ്ട് പറഞ്ഞതും കേട്ടതും അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഇത്രയും നേരം അവൾക്ക് കുത്തിമറിയും ഞാൻ വേണമായിരുന്നു. എന്നിട്ടിപ്പോ അവൾക്ക് അവന്റെ കൂടെ ഒരു രാത്രി കഴിയുന്നതാണ് സംതൃപ്തി പോലും. അവൻ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അല്പസമയം അവളെ നോക്കിയിരുന്നതും അവന്റെ മുഖത്ത് ദേഷ്യം മാറി അവിടെ വശ്യത നിറഞ്ഞു. പക്ഷേ എനിക്ക് ലഹരി നീയാണ് പെണ്ണേ. ഒത്തിരി സ്ത്രീകൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവർ ആരും തന്നെ ഇത്രത്തോളം എന്നെ സംതൃപ്തിപ്പെടുത്തിയിട്ടില്ല. അവളെ നോക്കിയിരിക്കും തോറും അവന്റെ കണ്ണുകളിൽ വീണ്ടും കത്തിക്കേറി. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സൈഡ് സ്റ്റാൻഡിൽ വെച്ചിരുന്ന സിറിഞ്ച് ബോട്ടിലും കയ്യിലെടുത്തു. സിറിഞ്ചിൽ ഡ്രഗ്സ് കയറ്റി ഏതോ ഓർമ്മയിലിരുന്ന കാർത്തികയുടെ കൈത്തണ്ടയിലേക്ക് അവൻ ആ ലഹരി ഇഞ്ചക്ട് ചെയ്തു. ഹേയ്, ഇപ്പൊ ഇത് എന്തിനാ വിവി? ഒരു ഡോസ് നേരത്തെ എടുത്തതല്ലേ? അവളുടെ കൈത്തണ്ട പിടിച്ച് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്യുന്ന വിമലിനോട് അവൾ സംശയത്തോടെ ചോദിച്ചു. അതെ, പക്ഷെ ഇതുകൂടെ എടുത്താൽ കുറച്ചുകൂടെ ഉഷാറാകും. നമ്മളൊരു മായകലോകത്ത് എത്തിപ്പെട്ടതുപോലെയായിരിക്കും. ചുറ്റും നടക്കുന്നൊന്നും അറിയില്ല. അവളുടെ ചോദ്യത്തിന് മറുപടി പോലെ അവൻ പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഏതോ ആലസ്യത്തിൽ അടഞ്ഞു തുടങ്ങിയിരുന്നു. അത് കണ്ടതും ഒരു പുച്ഛത്തോടെ അവൻ അവളുടെ ദേഹത്തിൽ മൂടിയിരുന്ന ബ്ലാങ്കറ്റ് മാറ്റിക്കൊണ്ട് അവളിലേക്ക് അമർന്നു. സച്ചു റൂമിൽ നിന്ന് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സഞ്ജന കാർത്തിക്കിന്റെ ശബ്ദം കേട്ടതും മുഖമുയർത്തി നോക്കി. പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും അവൾ ഒന്ന് പകച്ചു. എങ്കിലും മുഖത്ത് പെട്ടെന്ന് ഒരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് അവൾ ഫോൺ കട്ടിലേക്ക് വെച്ച് പതിയെ എഴുന്നേറ്റു. എന്താ കാർത്തിയേട്ടാ? അവൾ അവനെ നോക്കി ചോദിച്ചതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. തന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നവളാണ് ഇപ്പൊ താൻ കല്യാണം പ്രമാണിച്ച് നാളെ ഇവിടുന്ന് മാറുകയാണ് എന്ന് പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ല. അതാണ് അവനെ അത്ഭുതപ്പെടുത്തിയത്. അവൻ പതിയെ കട്ടിലേക്ക് ഇരുന്നു. ശേഷം അവളെ പിടിച്ച് അവന്റെ അടുത്തേക്ക് ഇരുത്തി. അവന്റെ അപ്രവർത്തി അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളത് പുറത്തു കാണിക്കാതെ അവന്റെ അടുത്തുനിന്ന് ഒരല്പം അകലം ഇട്ട് തന്നെ ഇരുന്നു. നീ എന്താ സച്ചി ഇപ്പോ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? യാതൊരു മുഖവരെയും കൂടാതെ അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ആദ്യം ഒന്ന് പകച്ചിരുന്നു. ശരിയാണ്, താനിപ്പോൾ കാർത്തിക് എന്ന മനുഷ്യനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. അത്രമാത്രം താൻ അയാളെ വീർത്തു പോയിരുന്നു. പെങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാൾ തന്നോട് പ്രണയം അഭിനയിക്കുകയായിരുന്നു എന്ന സത്യം അറിഞ്ഞത് മുതൽ തനിക്ക് അവനോട് വെറുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താൻ അയാളെ പരമാവധി ഒഴിവാക്കിയാണ് നടന്നിരുന്നത്. മുന്നിൽ കാണുന്നത് പോലും അറപ്പായി തുടങ്ങിയിരുന്നു. ഇനി ഒരിക്കൽ പോലും തനിക്കയാളെ സ്നേഹിക്കാനും കഴിയില്ല. അതിന്റെ പരിണിതഫലം തന്റെ മുഖത്ത് തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. അവൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. എന്താ സച്ചൊന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. അവന്റെ ശബ്ദമാണ് അവളെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. അത് കാർത്തിയേട്ടാ, അങ്ങനെ ഒന്നുമില്ല. എല്ലാം കാർത്തിയേട്ടന്റെ വെറും തോന്നൽ മാത്രമാണ്. അവരോട് എന്തു പറയണമെന്നറിയാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞു. അവളെ ആ മറുപടി കേട്ട് അവൻ തലവിലങ്ങനെയാട്ടി. അല്ല സച്ചു, അല്ല, ഒന്നും എന്റെ തോന്നലല്ല. മുൻപ് എന്റെ അരികിൽ നിന്നും ഒന്ന് മാർഗ പോലും ചെയ്യാത്ത പെണ്ണായിരുന്നു നീ. എന്നാൽ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് നിന്നെ എന്റെ അരികിലേക്ക് കാണുന്നത് പോലുമില്ല. എന്തിനാ? ഞാൻ വല്ലതും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറഞ്ഞു പോകും. എന്റെ സാമീപ്യത്തിൽ പോലും നീ അകന്നു മാറുന്നു. അതിന്റെ കാരണമാണ് എനിക്കറിയേണ്ടത്. എന്താ പറ്റിയത് നിനക്ക്? ഇപ്പൊ എന്നെ വേണ്ട എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് പറയുമ്പോൾ അവന്റെ ശബ്ദമൊന്ന് ഇടറിയിരുന്നു. അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു. എന്തു മറുപടി പറയണമെന്നറിയാതെ കുറച്ചു സമയം അവനെ തന്നെ നോക്കിയിരുന്നു. പറ സച്ചു, എന്നെ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവന്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കൂടെ കലർന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ശേഷം ഇല്ലെന്ന രീതിയിൽ തല വിലങ്ങനെയാട്ടി. കാർത്തിയേട്ടൻ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. പിന്നെ കല്യാണമൊക്കെ അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻ, അത്രയേ ഉള്ളൂ. അതിനാണ് ഈ കാർത്തിയേട്ടൻ ഓരോന്നൊക്കെ ചിന്തിച്ചു കൊടുക്കുന്നത്. അവൾ അവന് വിശ്വാസമാകുന്ന രീതിയിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അവൾ പറഞ്ഞു കേട്ട് അവൻ അമർത്തി മൂളിക്കൊണ്ട് അവളോട് പറഞ്ഞു. ഇപ്പോഴോ? ഇപ്പൊ പോയാൽ എന്താ കുഴപ്പം? അവൻ നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അവന്റെ സ്വരം ഒന്ന് കടുത്തതും അവൾ വേഗം പറഞ്ഞു. വേഗം റെഡിയാവും, അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു. സഞ്ജനയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് അയാളെ സ്നേഹപ്രകടനം? ചിലപ്പോ പെങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. അവൾ ഉയർന്നു പൊങ്ങിയ ദേഷ്യം മുഷ്ടി ചുട്ടി കട്ടിലേക്ക് ഇടിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അതേസമയം കാർത്തികൻ തന്റെ മുറിയിൽ ആകെ കൺഫ്യൂഷനിലായിരുന്നു. താൻ എന്തിനാണിപ്പോ അവളോട് അങ്ങനെയൊക്കെ പോയി പറഞ്ഞത്?
ഇതുവരെയും താനായിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയോ പരാതി പറയുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോ തനിക്ക് എന്താണ് സംഭവിച്ചത്? കുറച്ച് ദിവസമായിട്ടുള്ള അവളുടെ ഈ അവഗണന കൊണ്ടാണോ? അത് തന്നെ വേദനിപ്പിക്കണമെങ്കിൽ അതിന് മാത്രം താൻ അവളെ സ്നേഹിച്ചിരുന്നോ? അവന്റെ മനസ്സാകെ കൺഫ്യൂഷനിലായി. തന്റെ മനസ്സിലിപ്പോൾ അഞ്ജലിയുടെ ഓർമ്മകൾ പോലുമില്ല. അവിടെ മുഴുവനും സച്ചുവിന്റെ ചിന്തകൾ മാത്രമാണ്. അതിനർത്ഥം താനിപ്പോൾ അഞ്ജലിയെ മറന്ന് സച്ചുവിനെ സ്നേഹിച്ചു തുടങ്ങിയെന്നല്ലേ? അവൻ തന്റെ മനസ്സിനോട് തന്നെ ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. അതെ, അതുകൊണ്ട് തന്നെയാണ് സച്ചു ഒന്ന് അവഗണിച്ചപ്പോൾ തനിക്ക് ഇത്രമാത്രം വേദനിച്ചത്. അവന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞതും അറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു.